NSS SNDP യോഗം ഐക്യം ഇനി ചർച്ചയാക്കേണ്ടതില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല ഐക്യനീക്കം നടത്തിയത്. അവരവരുടെ വിശ്വാസമനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്താനാണ് സാധ്യതയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതിപ്പോ ഒരു ചർച്ചയല്ല, നിങ്ങളതൊരു വലിയൊരു സംവാദമായിട്ട് എടുക്കേണ്ട സമയമല്ലത്. ഇനി അതൊരു ചർച്ച, മാധ്യമ വിചാരണ നമുക്കിപ്പോൾ ആവശ്യമില്ല. അല്ല, അതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യമില്ല. ഇതെല്ലാം ഇലക്ഷന് മുമ്പ് നിൽക്കുമ്പോഴായിരുന്ന ഇലക്ഷൻ സമയത്തല്ലല്ലോ. അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ വോട്ട് ചെയ്യും. പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണ സംതൃപ്തനാണ്. മൂന്നാമതും വരാനുള്ള സാധ്യത ഏറെയുണ്ട്. സജോ ദേവസ്യ വിശദാംശങ്ങൾ നൽകും. സജോ, അങ്ങനെ വിവാദങ്ങൾക്കുമേൽ വിവാദമായതിനു ശേഷം, ഏറെ ചർച്ചയായതിനു ശേഷം ഇപ്പോൾ ഒടുവിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നു, ഐക്യനീക്കവുമായി താൻ ഇനി മുന്നോട്ടില്ല എന്ന്. ആര്യ, SNDP NSS ഐക്യനീക്കം ഏതാണ്ട് അടഞ്ഞ അധ്യായമാണെന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു വ്യക്തതയുള്ള പ്രതികരണം SNDP യോഗം ജനറൽ സെക്രട്ടറിയും വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരുന്നില്ല. G. സുകുമാരൻ നായർ അത് പലതവണ ആവർത്തിച്ചു പറഞ്ഞു. ഇനി അങ്ങനെ ഒരു നീക്കമില്ല, അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞിരുന്നു. ആ വിഷയത്തിൽ പക്ഷേ സാധ്യതകൾ അവശേഷിക്കുന്നുവെന്ന സൂചനകൾ പങ്കുവയ്ക്കുകയാണ് പലപ്പോഴും SNDP യോഗം ജനറൽ സെക്രട്ടറി ചെയ്തത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം പറയുന്നു, ഇനി അതിൽ ചർച്ച വേണ്ട, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാധ്യമ വിചാരണ ആവശ്യമില്ല, അത്തരമൊരു നീക്കം ഏതായാലും അതിന് ഗതി എന്തായാലും മുന്നോട്ടില്ല എന്ന് വ്യക്തമാവുകയാണ്. ആ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം അദ്ദേഹം പറയുന്നു, അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമൊന്നും ആയിരുന്നില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശം വളരെ ശ്രദ്ധേയമാണ്. പിണറായി വിജയൻ സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള വ്യക്തമായ സാധ്യതയുണ്ട്. ഈ ഭരണത്തിൽ തനിക്ക് പ്രത്യേകിച്ച് അതൃപ്തിയോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് LDF തന്നെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, BJP വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും, BJP മെച്ചപ്പെട്ട പ്രകടനം നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. അതായത് ഈ കാര്യത്തിൽ രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു നിലപാട് വളരെ കൃത്യമാണ്. അതുകൂടാതെ സ്വർണ്ണക്കൊള്ള വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരഞ്ഞെടുപ്പ് വരെയുള്ള ഒരായുധം മാത്രമാണ്, അത് കഴിഞ്ഞാൽ ഒന്നും കാണില്ല. LDFകാർക്കെതിരെയും UDFകാർക്കെതിരെയും ഒക്കെ ആരോപണമുണ്ടല്ലോ ഈ വിഷയത്തിൽ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൽ ഒന്നും കാണാൻ ബാക്കിയുണ്ടാകില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. പക്ഷേ ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഐക്യനീക്കം ഏതാണ്ട് പൂർണ്ണമായി അവസാനിക്കുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന്. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.